കുട്ടികളുമായിട്ടുള്ള സുമിയുടെ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. വീഡിയോ കാണുന്നവർക്കും ആ ഒരു സ്നേഹം കിട്ടുന്നുണ്ട്. അവരുമായിട്ട് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിന്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ല, സ്നേഹം മതിയല്ലേ? നമ്മള് അവർക്ക് അങ്ങനെ ഇംഗ്ലീഷിലാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്, പക്ഷേ ഗ്രാമർ വൈസിലൊന്നല്ല. നമ്മളിപ്പോൾ എടുക്കാൻ ടേക്ക് എന്ന് പറയും, ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അപ്പോൾ അവർക്ക് മനസ്സിലാവും അത് എടുക്കാനുള്ളതാണെന്ന്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു വേർഡ്സിലാണ് കുട്ടികളോടൊക്കെ നമ്മൾ സംസാരിക്കുക. പിന്നെ ഞാൻ ഇടയ്ക്ക് മലയാളത്തിലൊക്കെ പറയും, എടാ അങ്ങോട്ട് വായിരിക്ക് നിൽക്കുന്നൊക്കെ ഞാൻ പറയാറുണ്ട്. കുറച്ച് കമ്പനി ആയിപ്പോയി അവരോട് അങ്ങനെ. അപ്പൊ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഇപ്പൊ ഉണ്ടല്ലേ ഒരുപാട് പേര്? കുറേ പേരുണ്ട്. ആദ്യം എനിക്ക് ചെന്നപ്പോ എല്ലാവരും അങ്ങനെ ഈ ആളാണ്, അത് വലിയ ആൾക്കാരെ കാണുമ്പോൾ, കുട്ടികളല്ല വലിയ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫേസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന്. പിന്നെ ഇപ്പൊ എല്ലാവരും എല്ലാം ഡിഫറെന്റ് ആണ്. എല്ലാം നമ്മുടെ ഇവിടെ ഐഡന്റിഫൈ ചെയ്യണ പോലെ തന്നെ എല്ലാം ഡിഫറെന്റ്, ഓരോരുത്തരും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ ആദ്യം വിചാരിക്കും ആഫ്രിക്കൻസ് എല്ലാവരും ഒരേ ഫേസ് കട്ടാ കുട്ടികളെ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ അവരോട് അടുത്തൊക്കെ നിൽക്കുന്ന സമയത്ത് മനസ്സിലാവും അവരെല്ലാവരും വ്യത്യസ്തമാണ്, അവരുടെ ഫേസിൽ വ്യത്യാസമുണ്ട്. ഭയങ്കര ക്യൂട്ടാണ് പിള്ളേരെല്ലാവരും. വേറെ ആരും ഇങ്ങനെ അവരുടെ കൂടെ ചെന്ന് ഇരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ പോയിരിക്കുകയോ ഒന്നും ചെയ്യാത്ത, അവർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതമോ അതിശയോ അങ്ങനെയൊക്കെയാ. എന്നെ ഇങ്ങനെ വന്ന് തൊട്ട് നോക്കും, മുടി പിടിച്ചു നോക്കും. അവർക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ, അപ്പൊ ഇതിങ്ങനെ വലിച്ചു നോക്കും ഒറിജിനൽ ആണോന്നറിയാൻ വേണ്ടിയിട്ട്. അവർക്ക് വെപ്പുമുടിയാ, പെണ്ണുങ്ങളെല്ലാരും ഇതിങ്ങനെ ഫിക്സ് ചെയ്യാൻ മുടി. അപ്പോൾ ഇത് സുമീൻ്റെ അങ്ങനെ ഇങ്ങനെ വെറുതെ കിടക്കുകയാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഫിക്സ് ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടി വന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ഒറിജിനലാണെന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വാസമില്ല, അങ്ങനെ ഒറിജിനൽ മുടി പെണ്ണുങ്ങൾക്ക് ഉണ്ടെന്നുള്ള അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പിന്നെയും നോക്കും, ഇത് എവിടെയോ നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കാണ്, ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, ഇത് എവിടെ വാങ്ങാൻ കിട്ടും, അങ്ങനെയൊക്കെ ചോദിക്കും ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ പറയില്ല, ഞങ്ങളുടെ ഹെയർ ഇങ്ങനെ തന്നെയാണ്. അത് അവർക്കൊരു അത്ഭുതമാണ്. പിന്നെ ഞങ്ങൾ കാണിച്ചു കൊടുത്തു നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഹെയർ ഒക്കെ എങ്ങനെയാന്ന് പറഞ്ഞ് ഫോണിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാവരും കാണിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് അറിയില്ല പുറമെ ഇങ്ങനെ ഒരു ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളതാന്ന്. കുറെ ഉള്ളിലേക്കുള്ള ഇല്ലല്ല, അത്രയും ഒരു ട്രാവൽ ചെയ്ത് പോകണമെങ്കിലും കുറേ എമൗണ്ട് വേണമല്ലോ. അതൊന്നും അവർ ചിലപ്പോൾ ഒരു മാസം പണിയെടുത്താൽ പോലും കിട്ടില്ല. അവിടെ ട്രാവൽ എക്സ്പെൻസ് കൂടുതലാണ്. അതായത് ലോക്കൽ ട്രാവൽ ആണെങ്കിലും നല്ല എക്സ്പെൻസ് ആണ്. ഇപ്പോഴും കാളവണ്ടിയും സൈക്കിൾ ടാക്സിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ. സൈക്കിളിൽ ടാക്സി ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ. ഞങ്ങളൊരു ഹയർ സെക്കൻഡറിയുടെ പണി അവിടെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കട്ടോണ്ടര ഞങ്ങൾ കാളവണ്ടിയും കഴുതവണ്ടിയൊക്കെയാണ് ഉപയോഗിക്കല്. അതിനെ അവിടെ ഞങ്ങൾ കോസ്റ്റ് കുറയ്ക്കാൻ നോക്കും. നമുക്ക് എക്സ്പെൻസ് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കുന്നതിനും കൂടുതലാണ്. ഈ നമ്മളെ കാണുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് ഈ വണ്ടിയുടെ ഓണർമാരൊക്കെ ഇവരുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസയുണ്ട്. കാരണം ഇത് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ NGOs ആണ്, അല്ലാതെ ആൾക്കാരും പോയി ഇത് ചെയ്യാറില്ല. അപ്പം നമ്മളെ കാണുമ്പോൾ അവർ ആ മൈൻഡിലാണ് കാണുന്നത്. എന്നിട്ട് പെട്ടെന്ന് ഒരു 1 million എന്നൊക്കെ പറയും, മലാവി കോച്ചയിൽ പറയും. അപ്പം നമ്മൾ ഇതെങ്ങനെ കൊടുക്കാൻ വരും? ഞങ്ങൾ പറയും ഞങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവും. പിന്നെ ഞങ്ങൾ ഈ കാളവണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കാളകൾ നടന്നു പോകണ കാണുമ്പോൾ തന്നെ അതിലേറെ സങ്കടം തോന്നും. അതിട്ടിലൊക്കെ തിന്നാനൊന്നും കിട്ടുന്നില്ല, അത് വീഴാനൊക്കെ പോണവരെ പോകണം. പിന്നെ ഞങ്ങൾ സുമി ഇതിനെ ദ്രോഹിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ചെയ്യണേ, അതുകൊണ്ട് നമുക്ക് വണ്ടി ഉപയോഗിക്കാം. അങ്ങനെ വണ്ടിയെടുത്ത് മണ്ണ് കൊണ്ടുവരികയും ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ സാധനങ്ങൾ എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് ആളുകൾക്ക് ഭയങ്കര ആവേശമായിരുന്നു. നമ്മുടെ LP സ്കൂൾ ഉണ്ടാക്കിയ പോലെ തന്നെ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ തുടങ്ങിയ സമയത്ത് ഇവർ വിചാരിച്ചിട്ടുണ്ടെന്ന് ഈ സ്കൂൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ റൺ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ഞങ്ങൾ ഗവൺമെൻറ്റിനാണ് എല്ലാം സ്കൂൾ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാറ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റിനോട് പറയും ഞങ്ങളുടെ സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നിട്ട് സ്കൂളിന് ലാൻഡുകളുണ്ട് സ്കൂളിനൊക്കെ. അപ്പോൾ ആ ലാൻഡിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഒരു മനസ്സിലായത് നമ്മൾ ഗവൺമെൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പോൾ ഞങ്ങൾ വെച്ചാൽ ആരും വരുന്നില്ല, പിന്നെ ആൾക്കാർക്കൊരു ഉഷാറില്ല ഒന്നിനും. അപ്പോൾ ഞങ്ങളും കരുതി എന്ത് പറ്റി പെട്ടെന്ന് ആളുകൾ നമ്മളൊന്ന് വിട്ടുപോയി, വരാൻ മടി. കുറച്ച് ആൾക്കാർ വരും, കുറച്ച് ആൾക്കാർ വരില്ല. അപ്പോൾ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി, എല്ലാ കാര്യത്തിനും പൈസ കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ നിൽക്കില്ല. കാരണം നമ്മൾ ഒരു 3 വർഷത്തെ പ്രൊജക്റ്റിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയായാലും ഒരു 2 വർഷം കൂടി സാധനം തീർക്കണം. അപ്പോൾ ഇതിന് ടോയ്ലറ്റ് വേണം, മറ്റു കാര്യങ്ങൾ വേണം, സെക്കൻഡറി സ്കൂളാകുമ്പോൾ ലാബ് വേണം, ഇങ്ങനെ കുറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ സെക്കൻഡറി സ്കൂളായിട്ട് അപ്രൂവൽ ആകും, സ്കൂൾ അവിടെ വരികയും ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യം ചെയ്യണം, ഞങ്ങൾക്ക് ഇത്ര സമയം വേണമെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവർ വരാതായപ്പോൾ ഞങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് സെക്കൻഡറി സ്കൂൾ ഞങ്ങൾ പണിഞ്ഞാലും കുട്ടികൾ പഠിക്കണേ ഫീസ് കൊടുക്കണം. ഈ ഫീസ് കൊടുക്കാൻ ഈ വില്ലേജിൽ ഒരാൾക്കും കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഈ സ്കൂൾ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഈ ആളുകൾ ഫ്രീ ആയിട്ട് വന്ന് പണിയെടുത്ത് സ്കൂൾ ഉണ്ടാക്കി തീർത്താലും അവരെ മക്കളെ പഠിപ്പിക്കാനുള്ള ഫീസില്ല. ഇവർ കരുതിയിരുന്ന ഞങ്ങൾ വന്ന് ഈ സ്കൂൾ ഉണ്ടാക്കുന്നത്, ഞങ്ങൾക്കാണ് സ്കൂൾ ഉണ്ടാക്കുന്നത്, ഞങ്ങൾ ഈ സ്കൂൾ റൺ ചെയ്യും, അവരെ കുട്ടികളൊക്കെ അവിടെ ഫ്രീ ആയിട്ട് പഠിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നിരന്തരം ഇവരെ വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി. എല്ലായിടത്തും അങ്ങനെയാണ്, ഫീസ് കൊടുക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ അതിനുള്ള വഴി നമുക്ക് എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കാം, നിങ്ങൾ നല്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞങ്ങൾ സ്പോൺസർമാരെ കണ്ടെത്തി തരാം, ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുമായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുറച്ചുകൂടെ മാറി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സമയം എടുത്തു ഒരു ഫൗണ്ടേഷൻ വർക്ക് തീരാൻ വേണ്ടി. ഫൗണ്ടേഷൻ എക്സ്കവേഷൻ എല്ലാവരും വന്ന് ഭയങ്കര ആക്റ്റീവായിരുന്നു.
പിന്നെയാണ് ഞങ്ങൾ ഈ ഇതിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ഈ കമ്മിറ്റിക്കാരോട് പറയുന്ന സമയത്താണ് എന്ത് രജിസ്ട്രേഷനാണ് വേണ്ടത്, അപ്പോൾ ഗവൺമെൻറ്റിലേക്കാണ് പോണേന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ചർച്ചയായി. ഇതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ മക്കൾ പഠിക്കണം, നമ്മുടെ ഇവിടുന്ന് പൈസ ഉണ്ടാക്കണം. ഒരു വീട്ടിൽ 5-6 കുട്ടികളാണുള്ളത്. പോപ്പുലേഷൻ ഭയങ്കര അത് പോപ്പുലേഷനെ ഇവർ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ ഇവരുടെ ജീവിത നിലവാരം ഉയരാത്തതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാന കാരണം അതാണ്. ഇത്രയും കുട്ടികൾക്ക് ഫീസ് കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി. കാരണം ഒരു കുട്ടി ചിലപ്പോൾ 1 വയസ്സ്, അത് കഴിയുമ്പോൾ അടുത്ത 1 വയസ്സ് പോലും ഗ്യാപ്പില്ലാതെ ആയിരിക്കും കുട്ടികളുണ്ടാവുക. അത്ര ഗ്യാപ്പിൽ കുട്ടികളാണുള്ളത്. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ അവരുടെ ഒന്നിച്ച് ഒരു ജോയിൻറ്റ് ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആളുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഈ എൻജിഒസിൻ്റെ പ്രവർത്തനങ്ങളൊന്നും എത്തിയിട്ടില്ല അവിടെ. അത്രമാത്രം ഉൾഗ്രാമങ്ങളിലേക്ക് എത്തുന്നില്ല. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഉൾഗ്രാമങ്ങളിൽ എത്തി എല്ലാവരും ഈ സിറ്റിയിലേക്ക് ചേർന്ന് നിൽക്കുക, ആ ഒരു ആക്ടിവിറ്റിയിൽ പോകുക എന്നുള്ളത്. ഒരുപാട് അങ്ങോട്ട് ആളുകൾ ചെല്ലുന്നില്ല എന്നുള്ള. ഒരു സെക്കൻഡറി സ്കൂളിൽ ഞങ്ങൾ പണിയാൻ അവിടെ പ്രൈമറി സ്കൂളുണ്ട്. ആ സ്കൂളിലേക്കും ഒരു ഫർണിച്ചറും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കുട്ടികൾ നിലത്തിരുന്നാണ് പഠിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. എന്തുകൊണ്ടാണ് എൻജിഒസ് നടത്തുന്നത്? കാരണം ഇത് കുറച്ച് നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തു നിന്നാലും കുറച്ചുകൂടെയൊക്കെ സിറ്റിയിലേക്ക് അടുത്തുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ അവിടേക്കൊന്നും ആളുകൾ എത്തുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചത്? പക്ഷേ നമ്മൾ പണിഞ്ഞ സ്കൂള് അതൊരു വാർത്ത ആയതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു. അവിടെ ഇപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളില്ല. അവിടെ എല്ലാ ഫർണിച്ചറും ഞങ്ങൾ ലാസ്റ്റ് ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ അവധി കിട്ടിയ സമയത്ത് ഞങ്ങൾ പോയി സ്കൂള് കാണണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നിരന്തരം കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു വീഡിയോ നമ്മൾ കമൻറ്റ് വരുന്ന പഴയ വില്ലേജിലൊന്ന് പോകണം, അതിൻ്റെ അപ്ഡേഷൻ കാണി. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞാൽ ഇത് 300-350 കിലോമീറ്റർ ദൂരത്ത് പോകണം. പോയി അവിടെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഇല്ല. നമ്മൾ ആദ്യം പറഞ്ഞാൽ വീടുണ്ട് നമുക്ക് നിൽക്കാൻ. ഇപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ നിൽക്കാൻ അവിടെ സംവിധാനമില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകുക എന്ന് പറയുന്ന ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 2-3 ദിവസമൊക്കെ ലീവ് ഒന്നിച്ച് കിട്ടിയ സമയത്ത് ഞങ്ങൾ ഇവരെ വില്ലേജിൽ പോയി. അവരോട് പറയാതെ കേട്ടോ പോയത് എന്താണ് വില്ലേജ്. നമ്മളിവർക്ക് കുറേ കാര്യങ്ങൾ കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ കട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്യണം. സ്കൂൾ വൃത്തിയായിട്ട് നടക്കണം. ഒരു മാവ് വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു മാവ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഓർമ്മയാണ്. ഈ സാധനം നിങ്ങൾ നോക്കി വളർത്തി വലുതാക്കണം, ഞങ്ങളുടെ സ്നേഹം അതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ടോ, നമ്മൾ വരുന്നു എന്ന് പറഞ്ഞ നേരത്തെ ഇത് അറേഞ്ച് ചെയ്ത് തന്നതെന്ന് എത്തിയിട്ട് ഞങ്ങൾ പറയാതെ പോയി. അങ്ങനെ ചെന്ന സമയത്ത് അവിടെ സ്കൂളിൽ ചെന്ന മാറ്റം കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. കാരണം ടോയ്ലറ്റ് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സ്കൂളുകളെക്കാളും മികച്ചൊരു ടോയ്ലറ്റ് വന്നു. ഞങ്ങൾ ഉണ്ടാക്കിയ സ്കൂളിനേക്കാളും അടിപൊളി ഒരു ടോയ്ലറ്റ്. അപ്പോൾ വെച്ചാൽ വേൾഡ് വിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വേൾഡ് വിഷനായി നിർമ്മിച്ചു കൊടുത്തതാണ്. എല്ലാ ക്ലാസ് റൂമിലും അടിപൊളി ഫർണിച്ചറുകൾ, ചെയറുകൾ, കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ സുമിയോട് പറയുന്നത് നമ്മുടെ ചെറിയൊരു ഇനിഷ്യേറ്റീവ് കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം തന്നെ ഉണ്ടായിക്കോണമെന്നില്ല, പക്ഷേ ഇത് ഗ്രാജുവലി അതിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അവിടെ ഒരുപാട് കാര്യങ്ങൾ മാറി. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. ആ ഒരു നിമിഷം ആ സ്കൂളിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടതും ആ സമയത്ത് ഇവർ എഫേർട്ട് ഞങ്ങൾ ആ ഹയർ സെക്കൻഡറി ആക്കിയ സമയത്ത് സുമി ഞാൻ പറഞ്ഞു ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ, ഇവരാരും വരുന്നില്ല, പിന്നെ നമ്മളെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. പ്രൈമറി സ്കൂളിൽ ചെന്ന് ഞങ്ങളുടെ പണിഞ്ഞ സ്കൂൾ കണ്ടപ്പോൾ ഞാൻ സുമിയോട് പറഞ്ഞു നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും വലിയ മാറ്റം ചിലപ്പം വന്നേക്കാം. നമ്മൾ വിചാരിക്കുന്നവരായിരിക്കില്ല മാറി. കാരണം നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇത് താഴേക്ക് പോകുന്നതാണ് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അത് ഭയങ്കര രീതിയിൽ ഡെവലപ്പായിട്ട് വന്നു. നല്ലതാണ്.